എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈയൊരു വിവരണത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ മൂഡ് പെട്ടെന്നൊന്ന് മാറ്റാൻ ഒരു ചെറിയ പുഞ്ചിരിക്ക് എങ്ങനെ സാധിക്കുമെന്ന് നോക്കാം. അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ തലച്ചോറിനെ തന്നെ ഒന്ന് ചെറുതായിട്ട് പറ്റിച്ച് ഇൻസ്റ്റന്റായിട്ട് ഒരു സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റിയാലോ? കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നുന്നുണ്ടാവല്ലേ? പക്ഷെ സംഭവം സിമ്പിളാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒരു ഉന്മേഷം പെട്ടെന്ന് കുറഞ്ഞതുപോലെ തോന്നാറില്ലേ? ആ ഒരു സമയത്ത് പെട്ടെന്നൊരു മൂഡ് ലിഫ്റ്റ് കിട്ടാൻ എന്തു ചെയ്യും? അതിനൊരു കിടിലൻ സൂത്രവിദ്യയുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ ദിവസങ്ങൾ, അല്ലേ? ഒരു മൂടിക്കെട്ടിയ ദിവസം പോലെ. ഒരു കാരണവും ഉണ്ടാവില്ല, പക്ഷെ മനസ്സിനൊരു തെളിച്ചക്കുറവ്. അങ്ങനത്തെ ഒരു ഫീൽ വരുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കുമോ എന്നറിയില്ല, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ എനർജി പെട്ടെന്ന് തിരികെ കൊണ്ടുവരാൻ വളരെ ലളിതമായൊരു ടെക്നിക്കുണ്ട്. ഇതിനെ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിലേക്കുള്ള ഒരു കുറുക്കുവഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ എന്താണ് ഈ ടെക്നിക്ക്? ഇതിനൊരു പേരുണ്ട്: പുഞ്ചിരിയുടെ കണ്ണാടി രീതി, അല്ലെങ്കിൽ നമ്മുടെ സോഴ്സിൽ പറയുന്നത് പോലെ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിന്റെ മണി എന്ന് വിളിക്കാം. കൊള്ളാമല്ലേ? അപ്പോൾ എന്താണ് ഈ പുഞ്ചിരിയുടെ കണ്ണാടി? സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ നേരെ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അതെ, അത്രയുള്ളൂ സംഭവം. വെറുതെ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞ് ഹൃദയമൊന്ന് ശാന്തമാകും. ഉള്ളിലെന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രവൃത്തി നിങ്ങളുടെ തലച്ചോറിന് സന്തോഷം എന്താണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ സന്തോഷത്തിന്റെ മണി മുഴക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. വെറും നാല് സ്റ്റെപ്പുകൾ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ്: ഒരു കണ്ണാടി കണ്ടെത്തുക. ഇനി രണ്ടാമതായി അതിലേക്ക് നോക്കി നിങ്ങൾക്കൊരു ചെറിയ പുഞ്ചിരി കൊടുക്കുക. ഒരു വലിയ ചിരിയൊന്നും വേണ്ട, ഒരു ചെറുമുഞ്ചിരി മതി. മൂന്നാമത്തെ സ്റ്റെപ്പ്: ആ ഒരു ഫീൽ ശ്രദ്ധിക്കുക. ആ പുഞ്ചിരി നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നത് ഫീൽ ചെയ്യുക. ഇനി നാലാമത്തെ അവസാനത്തെ സ്റ്റെപ്പ്: ഈ ഒരു നല്ല ഫീലിനെ ഉറപ്പിക്കാനായി മനസ്സിലൊരു വാചകം പറയുക. അപ്പോൾ എന്താണ് ആ വാചകം? ഇതാണ്: എന്റെ പുഞ്ചിരിയാണ് എന്റെ സൂര്യപ്രകാശം. കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിത് സ്വയം പറയുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഫീലിന് ഭയങ്കര ഒരു ശക്തി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സിമ്പിൾ കാര്യത്തിന് പിന്നിലെ വലിയ ആശയത്തിലേക്ക് വരാം. ഇതൊരു വെറും പുഞ്ചിരി മാത്രമല്ല കേട്ടോ, ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് തേടി പിടിക്കേണ്ട ഒന്നല്ല, അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ പുഞ്ചിരിയുടെ കണ്ണാടി എന്ന ടെക്നിക്ക് ഉള്ളിലുള്ള ആ സന്തോഷത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു താക്കോല് പോലെയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാന ടേക്കവേ എന്താണ്? നിങ്ങളുടെ പുഞ്ചിരി വെറുമൊരു മുഖഭാവം മാത്രമല്ല, അത് നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും എപ്പോ വേണമെങ്കിലും എവിടെ വെച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത തവണ മനസ്സ് ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുമ്പോൾ ഈ സന്തോഷത്തിന്റെ മണി മുഴക്കാൻ ഓർക്കുമോ? എപ്പോഴായിരിക്കും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.